ഹലോ ഹലോ. നമ്മൾ കുറച്ചു കാലമായിട്ട് ഭയങ്കര മര്യാദയുള്ള ഇംഗ്ലീഷാണ് പഠിക്കുന്നത് അല്ലേ? പക്ഷെ ചില സമയത്ത് നമുക്ക് അത്രയ്ക്ക് മര്യാദ ഇല്ലാണ്ട് പെരുമാറേണ്ടി വരും അല്ലേ? ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ഭയങ്കര മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാ, ഇങ്ങനെ ചെയ്താ, അതുമാതിരി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും അല്ലെ? അത്ര ഞാൻ മോശമാക്കില്ല, എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇംഗ്ലീഷില്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തുടങ്ങാം. ആദ്യം നമ്മൾ ഇങ്ങനെ പറയില്ലേ, അതെങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നു, നിനക്കത് ഇങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ പറയാം ഇംഗ്ലീഷില്? ഇപ്പൊ ധൈര്യം എന്നുള്ളത് എന്താ? കറേജ് ആണ് അല്ലെ? പക്ഷെ ആ സമയത്ത് നമ്മൾ കറേജ് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. കറേജ് നല്ലൊരു സംഭവമാണ്, നല്ലത് ചെയ്യാനുള്ള ധൈര്യമാണ്. ധൈര്യത്തോടു കൂടി എന്താ പറയാ, കുട്ടിയെ രക്ഷപ്പെടുത്തി പുഴയിൽ കിടത്തി ചാടി അങ്ങനെ. പക്ഷെ നിനക്ക് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത് ആ ധൈര്യം അല്ല ഉപയോഗിക്കുക. എന്താ പറയാ, ഹൗ ഡെയർ യു, നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ധൈര്യം വന്നു, ഹൗ ഡെയർ യു സേ സോ, ഹൗ ഡെയർ യു ഡു ദിസ് ടു മീ, നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു, ഹൗ ഡെയർ യു കേട്ടോ. അപ്പൊ ഡെയർ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാനുള്ള ധൈര്യം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തരം പറഞ്ഞു വിചാരിക്കാം. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കും, അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയാം, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. നോൺസെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധമായ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, സെൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് നോൺസെൻസ്. ഡോണ്ട് ടോക്ക് നോൺസെൻസ്, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം, എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് വേറെ ആൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ചുമ്മാ തരുന്നേ, എന്താ കാര്യങ്ങളും പറയണ്ട, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഓക്കെ. ഇനി നമ്മൾ പറയില്ലേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിടും അല്ലെ? അതെങ്ങനെ പറയും? അപ്പൊ നമ്മള് ഉപയോഗിക്കുക പൊതുവെ ഫോർ ഹെവൻസ് സേക്ക്, അങ്ങനെ പറയാം. ദൈവത്തെ ഓർത്ത്, ഫോർ ഹെവൻസ് സേക്ക്, ഫോർ ഹെവൻസ് സേക്ക് എന്നെ ഒന്ന് വെറുതെ വിടും, ലീവ് മീ അലോൺ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടും. ഫോർ ഹെവൻസ് സേക്ക് ലീവ് മീ അലോൺ. ഇതും പറഞ്ഞ് എന്നെ പുറകെ വരണ്ട, ലീവ് മീ അലോൺ. ഓക്കെ. ഫോർ ഹെവൻസ് സേക്ക് ലീവ് മീ അലോൺ. അലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിടുക കേട്ടോ. ലീവ് മീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടുക, അങ്ങനെ. ലീവ് മീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക, അങ്ങനെയാണ്. അപ്പൊ ലീവ് മീ അലോൺ എന്ന് വെച്ചാൽ എന്നെ ഒറ്റയ്ക്ക് വിടുക. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഇനിയിപ്പോ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ വേണ്ടാത്തരം പറയില്ലേ, അപ്പോ നീ എന്താ ഉദ്ദേശിക്കണേ അങ്ങനെ ചോദിക്കുക നമ്മള്. അതെങ്ങനെ പറയാം? വാട്ട് ഈസ് ദാറ്റ് സപ്പോസ് ടു മീൻ? നീ പറയുന്നു രാവിലെ നേരത്തെ വന്നില്ലെങ്കിൽ ജോലിയൊന്നും തീർക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ചേച്ചി അങ്ങനെ ജോലിയൊന്നും അങ്ങനെ തീർക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ, വാട്ട് വാസ് ദാറ്റ് സപ്പോസ് ടു മീൻ? ഞാനിവിടെ രാവിലെ 7 മണിക്ക് എത്തി പണിയെടുക്കുന്നതാണ്, നീ എന്തെങ്ങനെ പറയണേ? വാട്ട് വാസ് ദാറ്റ് സപ്പോസ് ടു മീൻ? വാട്ട് വാസ് ദാറ്റ് സപ്പോസ് ടു മീൻ? എന്താണ് നീ ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന കാര്യമല്ല ചോദിക്കണം കേട്ടോ. നീ എന്ത് വേണ്ടത്ര ഈ പറയുന്നത് തന്നെയാണ് അവിടെ അർത്ഥം. ഇനിയിപ്പോ നമ്മളെ ഒരാൾ ദേഷ്യം പിടിപ്പിക്കാന്ന് വെച്ചോ, അപ്പൊ നമ്മൾ അയാൾക്ക് പറയില്ലേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാട്ടോ, അങ്ങനെ പറയാ, ദാറ്റ് റിയലി ടിക്സ് മീ ഓഫ്. അപ്പൊ ടിക് സമ്മൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ദേഷ്യം പിടിപ്പിക്കുക, അതിനുള്ള വേറൊരു രീതിയാണ് ടിക് സമ്മൺ ഓഫ്. അപ്പൊ നീ പറഞ്ഞതില്ലേ, എന്നെ നല്ല ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്, ദാറ്റ് റിയലി ടിക്സ് മീ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ടിക്സ് മീ ഓഫ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് റിയലി ടിക്സ് മീ ഓഫ് വെൻ യു ഡു ദിസ്. അപ്പൊ ഇന്ന കാര്യം ചെയ്യുമ്പോൾ, വെൻ യു പിക്ക് യുവർ നോസ് എന്ന് വെച്ചാൽ മൂക്കിൽ കൈയിടുമ്പോൾ, ഇറ്റ് റിയലി ടിക്സ് മീ ഓഫ്, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, എന്ത് മൂക്കിൽ കൈയിടുമ്പോൾ. ഇറ്റ് റിയലി ടിക്സ് മീ ഓഫ് വെൻ യു പിക്ക് യുവർ നോസ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നുള്ള രീതിയിൽ, ദാറ്റ് റിയലി ഗെറ്റ്സ് ടു മീ. അവനിങ്ങനെ എന്നെ കുറിച്ച് ഞാൻ ഇല്ലാത്ത സംസാരിക്കുന്നില്ലേ, നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്, ദാറ്റ് റിയലി ഗെറ്റ്സ് ടു മീ. അപ്പൊ അങ്ങനെ ഒരു യൂസേജ് ഉണ്ട്, ദാറ്റ് റിയലി ഗെറ്റ്സ് ടു മീ എന്ന് വെച്ചാൽ ഗെറ്റ്സ് ടു മീ അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്നു കേട്ടോ. അതായത് ഓരോ വാക്കിന്റെയും മീനിങ് വെച്ച് പോയാൽ കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെ, ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് ഇപ്പൊ ഗെറ്റ്സ് ടു മീ വെച്ച് ഇങ്ങനെ പറയാം, ഇറ്റ് ഗെറ്റ്സ് ടു മീ വെൻ യു ഡു ദിസ്, അങ്ങനെ. ഇറ്റ് ഗെറ്റ്സ് ടു മീ വെൻ യു ഡു ദിസ്. ഓക്കെ. ഇനിയിപ്പോ നീ സ്വന്തം കാര്യം നോക്കി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്നിരിക്കണം, അങ്ങനെ പറയില്ലേ? സ്വന്തം കാര്യം നോക്കി അങ്ങനെ പറയും, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പൊ പല ആൾക്കാർക്കും സ്വന്തമായി ബിസിനസ് ഇല്ലാത്തവരായിരിക്കും, അതുകൊണ്ട് വേറെ ആൾക്കാരുടെ ബിസിനസ്സിൽ വെറുതെ ഒന്ന് ഇടപെടും അല്ലെ? ജീവിതത്തിൽ വന്ന് ഇടപെടുന്നതിനാണ്. അതുകൊണ്ട് ബിസിനസ്സിൽ വന്ന് ഇടപെടുന്നതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ വന്ന് കുത്തിത്തിരിപ്പിട്ടാക്കാനൊക്കെയാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വരട്ടി ഓടിക്കുക. എനിക്കിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുക, എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, അതെങ്ങനെ പറയും? ഐ എം സോ മാഡ് റൈറ്റ് നൗ. അപ്പൊ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, ഐ എം സോ മാഡ് റൈറ്റ് നൗ, ഐ കാൺ ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കാരണം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എങ്ങനെ പറയും? ഓ ദിസ് പ്രോബ്ലം റിയലി മേക്സ് മീ മാഡ്. ദിസ് പ്രോബ്ലം, ഈ പ്രോബ്ലം മേക്സ് മീ മാഡ്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അങ്ങനെ. ഇനിയിപ്പോ ചില ആൾക്കാർ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കും അല്ലേ? അയ്യോ ഈ ഉപ്പില്ല, അമ്മയ്ക്ക് അറിയില്ല അതില്ല, അയ്യോ ചൂടില്ല, തണുത്തുപോയി, എനിക്ക് ഇങ്ങനെയല്ല ഇഷ്ടം, എനിക്ക് പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ചായപ്പൊടി ഇടുന്നതാ ഇഷ്ടം, ഇതിപ്പോ അമ്മ ഇങ്ങനെ ചെയ്ത് ഫുൾ കംപ്ലൈന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒന്നും മിണ്ടാതിരിക്കോ, അങ്ങനെ പറയില്ലേ? അപ്പൊ ഇത് കംപ്ലൈന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ പറയാം? Can you just stop complaining for once? ഒന്ന് കംപ്ലൈന്റ് ചെയ്ത് നിർത്തുമോ എന്നാണ് ശരിക്കുള്ള അർത്ഥം. Can you just stop complaining for once? അങ്ങനെ സ്റ്റോപ്പ് കംപ്ലൈന്റ് വെച്ചാൽ കംപ്ലൈന്റ് നിർത്തുക. ഓക്കെ. അല്ലെങ്കിൽ ഇനിയിപ്പോ ചില ആൾക്കാർ വന്ന് നല്ല കാര്യം വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ പറയും എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അങ്ങനെ പറയില്ലേ? അതെങ്ങനെ പറയും? യു നീഡ് ടീച്ച് മീ. എന്നെ പഠിപ്പിക്കണ്ട. യു നീഡ് ടീച്ച് മീ. ഇനിയിപ്പോ ചില ആൾക്കാർ നമ്മളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നമ്മളെ ഫെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല അല്ലെ? ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ഗിവ് മീ എ ബ്രേക്ക്. ഗിവ് മീ എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രേക്ക് തരൂ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ എന്തിൽ നിന്നാണ് ബ്രേക്ക് തരേണ്ടത്? നീ ചെയ്യുന്ന പരിപാടി ഇല്ലേ, അതൊന്ന് നിർത്തുമോ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഗിവ് മീ എ ബ്രേക്ക്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കാം, ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാട്ടോ, തീരുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ നമ്മുടെ അറിയാവുന്ന ഒരാൾ വന്ന്, അല്ലെങ്കിൽ വർക്കില് ഉള്ള ആള് വന്നിട്ട് പറയാണ്, അയ്യോ തീർന്നില്ല ഇതുവരെ, കുറെ നേരം ആയല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഞാനിപ്പോ തുടങ്ങിയിട്ടില്ലുള്ളൂ. ഐ ഓൺലി സ്റ്റാർട്ടഡ് 10 minutes ago. 10 മിനിറ്റ് മുമ്പ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. ഐ ഓൺലി സ്റ്റാർട്ടഡ് 10 minutes ago. ഗിവ് മി എ ബ്രേക്ക്. ഇങ്ങനെ ബോദർ ചെയ്യാണ്ടിരിക്കും, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഇനിയിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് പറയണ വേറെ ആളെ കുറിച്ച്. അയാൾ പറഞ്ഞു അയാള് 10 ലക്ഷം രൂപ മാസം അയാൾക്ക് സാലറി ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു അയാൾ. അപ്പൊ നമുക്ക് തീരെ വിശ്വാസമായിട്ടില്ല അല്ലെ? നമുക്കറിയാം അത്രയൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്കൊന്നും കഴിവുള്ള ഒരാളല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ ഗിവ് മി എ ബ്രേക്ക് പറയും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വന്ന് പറയാണ് 10 ലക്ഷം രൂപയാണ് മാസമായിട്ട് സാലറി എന്ന് അയാൾ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം, ഐ ഡൗട്ട് ഇഫ് ഹീസ് ഈവൻ ഗോട്ട് എ ജോബ്. ഒരു ജോലി അയാൾക്ക് ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. അപ്പോഴാണ് 10 ലക്ഷം രൂപ മാസം ശമ്പളം. ഐ ഡൗട്ട് ഇഫ് ഹീ ഹാസ് ഈവൻ ഗോട്ട് എ ജോബ്. ഒരു ജോലി കിട്ടിയിട്ടുണ്ടോ അയാൾക്ക് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോഴാണ് 10 ലക്ഷം രൂപ മാസ ശമ്പളം എന്ന് പറയുന്നത്. ഗിവ് മി എ ബ്രേക്ക്. ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ല, അതാണ് അവിടെ ഗിവ് മി എ ബ്രേക്ക്. ഇനിയിപ്പോ ആരെങ്കിലും നമ്മൾ ചൊറിയാൻ വന്നാൽ എന്തെന്റെ പ്രശ്നം, അതെങ്ങനെ പറയും? വാട്ട്സ് ദ മാറ്റർ വിത്ത് യു. എന്താണ് കഷ്ടമാണോ നിന്റെ കാര്യം? വാട്ട്സ് ദ മാറ്റർ വിത്ത് യു. എന്താണ് നിന്റെ പ്രശ്നം? അങ്ങനെ വാട്ട്സ് ദ മാറ്റർ വിത്ത് യു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാവുന്നില്ല, നമ്മൾ ഓഫ് കഷ്ടം, നമ്മള് ഭ്രാന്ത് പിടിക്കില്ലേ? അങ്ങനെയുള്ള കേസിൽ പൊതുവെ ആൾക്കാർ പറയും വാട്ട് ദ ഹെൽ, ഇത്ര കഷ്ടമാണത്. അങ്ങനെ വാട്ട് ദ ഹെൽ, ഹെൽ എന്ന് വെച്ചാൽ നരകം, വാട്ട് ദ ഹെൽ എന്ന് വെച്ചാൽ ഓ എന്തൊരു നരകമെന്ന്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ പൊതുവെ നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോ, ഇപ്പൊ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ വർക്കിലാണെങ്കിൽ എന്തെങ്കിലും കോഡ് ചെയ്തോണ്ടിരിക്കുക, ഒരു ബഗ്, ഒരു എറർ ഉണ്ട്, അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇത് ചെയ്താൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് ഇപ്പൊ ചെയ്ത് നോക്കി, ഫിക്സ് ആവില്ല. വാട്ട് ദ ഹെൽ, എന്തെങ്കിലും പ്രശ്നം, വാട്ട് ദ ഹെൽ, അങ്ങനെ പറയും. അതുപോലെ പിന്നെ ചില സമയത്ത് ഇമാതിരി ആൾക്കാർ എന്തെങ്കിലും പൊങ്ങച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഓ പിന്നെ, അങ്ങനെ പറയില്ല നമ്മള്. ആ ഓ പിന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവെ എന്നെ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ ഒരാൾ പറയാണ്, എടാ എനിക്ക് എന്താ പറയാ പുതിയൊരു സിനിമയിലെ അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നായകന്റെ സബ്ബായിട്ട് തന്നെ അറിവുള്ളൂ, സംഭവല്ലേ എന്നൊക്കെ പറയാൻ. ഓ പിന്നെ എന്ന് പറയാം, ഓ യാ റൈറ്റ്, യാ റൈറ്റ്. ആ യാ റൈറ്റ്, ഇപ്പൊ ഓ ശരി എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്, യാ റൈറ്റ്. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കേൾക്കുന്ന ഒരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരാളൊരു ജോലി ഏൽപ്പിച്ചു, പന്തൽ ഡെക്കറേഷൻ എന്ന് വിചാരിക്കാം. ഈ വെൽക്കം എഴുതാൻ വേണ്ടിയിട്ട് ആ സിനിമയില് സലിം കുമാർ വെൽക്കം എന്ന് എഴുതുന്നില്ലേ? അപ്പൊ നമ്മള് വന്നിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ പന്തൽ ഡെക്കറേഷൻ. അപ്പൊ വെൽക്കം എന്ന് എഴുതും. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇതെന്തപ്പോ ഇത്, അങ്ങനെ ചോദിക്കില്ലേ, ഇതെന്തത്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അതിന് നമ്മൾ സാധാരണ കോമൺ കേൾക്കാം, വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ്. എന്താണാവോ ഈ മനുഷ്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ? വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ്. അങ്ങനെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് എന്ന് വെച്ചാൽ പൊതുവെ ചോദിക്കുമ്പോ ഇത് അർത്ഥം എന്താണെന്നുള്ളത്, നിനക്ക് അർത്ഥം എന്താ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുക, വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ്. ഇനി അവസാനമായിട്ട് വേറൊരു സംഭവം പറയാം. ഒരു ഡയലോഗ് പറയാം കേട്ടോ. അതിന്റെ സംഭവം എന്താണെന്ന് വിളിയിട്ട് പറയണേ. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ അടുത്തൊരാളുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് പറയാം, ഓ ഐ ഫൗണ്ട് യു നോസ്. ഞാൻ നിങ്ങളുടെ നോസ് കണ്ടെത്തി, ഇവിടെ ഉണ്ട്. ഇറ്റ് വാസ് ഇൻ മൈ ബിസിനസ്. എന്റെ ജീവിതത്തിനുള്ളിൽ അത് കിടക്കുകയായിരുന്നു എന്നുള്ളത്. എന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിനിടയിലാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്റെ ബിസിനസിനുള്ളിൽ നിന്നല്ല കേട്ടോ അർത്ഥം. അപ്പൊ
അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവുണ്ടോ? കീപ് യുവർ നോസ് ഔട്ട് ഓഫ് മൈ ബിസിനസ് എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ചാൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിന്റെ കാര്യം നോക്കുക, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. കീപ് യുവർ നോസ് ഔട്ട് ഓഫ് മൈ ബിസിനസ്. എന്റെ നോസ് എന്റെ ബിസിനസ് എടുത്തു പോകാൻ. അപ്പൊ അങ്ങനെ ഒരാള് വെറുതെ എന്റെ കാര്യത്തിലൊക്കെ ഇടപെടുമ്പോഴോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ ആണ്, ആ ഫ്രേസുമായിട്ട് ബന്ധപ്പെട്ട കോൺവെർസേഷൻ ആണ് കേട്ടോ. ഓ ഐ ഫൗണ്ട് എ നോസ്, ഇറ്റ് ഈസ് ഇൻ മൈ ബിസിനസ്. എന്ന് വെച്ചാൽ നീ അനാവശ്യമായിട്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വളരെ സർക്കാസ്റ്റിക് ആയിട്ട്. സർക്കാസം എന്ന് പറഞ്ഞപ്പോ എന്താ, നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു തരം കോമഡി ഇല്ലേ, എന്തെങ്കിലും ചെറുതാണെങ്കിൽ ഓ ഭയങ്കര വലുതാണല്ലോ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കോമഡി ഇല്ല, അതാണ് സർക്കാസം. ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിട്ട് അതിനെ ഒന്ന് ഫണ്ണി ആയിട്ടും ഒന്ന് കുത്തിയിട്ടൊന്നും പറയില്ല, അതാണ് സർക്കാസം. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണിത്. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് മനസ്സിലാവേണ്ടിയിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മളിങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കില്ല, ചില സമയത്ത് നമുക്ക് ദേഷ്യപ്പെടേണ്ട അവസരങ്ങളൊക്കെ വരില്ലേ, അപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് പ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളടുത്ത് ദേഷ്യം വരുമ്പോൾ നിങ്ങളടുത്ത് പ്രയോഗിച്ചേക്കാവുന്ന സെൻറ്റൻസുകളാണ്. അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.